റൈഡേഴ്സ് അവർ വേറെ ഒരു മാജിക്കാണ് അവർ കാണിക്കുന്നത്. നമ്മൾ സാധാരണ ഈ വീൽ ചക്രത്തിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ ഇത് തള്ളിക്കൊണ്ട് പോകുന്നത് കാണുമ്പോൾ അതിൽ സങ്കടവും വിഷമവും ഒക്കെ തോന്നും. നടക്കാൻ വയ്യ, കൈകൊണ്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന സീനിൽ പോലും ഇത് തള്ളിക്കൊണ്ടു പോകാൻ എനിക്ക് പാടാം. എന്നിട്ടാണ് ഇവർ 75, 80, 100 കിലോമീറ്ററൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നത്. അതുമാത്രമല്ല ഇതേ അവസ്ഥ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ഈ കുട്ടിയുടെ മനസ്ഥിതി ഉള്ളവരാണ്, അവരുടെ വളർന്ന കുട്ടികളാണ് അവർ. അവർക്കും ഈ മറ്റുള്ള ആളുകൾക്ക് സാധിക്കാൻ പറ്റാത്ത, നടക്കാൻ ശേഷിയുള്ള ആളുകൾക്ക് സാധിക്കാത്ത എല്ലാ കാര്യങ്ങളും സാധിക്കാൻ പറ്റും എന്നവർ തെളിയിക്കുകയാണ്. അവിടെ നമ്മൾ ഈ അവാർഡ് കിട്ടുന്ന എല്ലാവരെയും പോലെ അവർക്കുണ്ട് മ്യൂസിക്. അവരും ട്രൂപ്പുണ്ട്, പാട്ടുകാരുണ്ട്, മ്യൂസിക്കുമായിട്ട് വളരെ കണക്റ്റഡാണ്. അപ്പോൾ ഇന്നത്തെ ഈ 3 പ്രധാനപ്പെട്ട അവാർഡ് ജേതാക്കൾക്കും സംഗീതവുമായി ബന്ധമുണ്ട്. ഈ സംഗീതത്തിന് നമുക്ക് സംഗീതം ആസ്വദിക്കാനുള്ള കഴിവും കേൾക്കാനും കാണാനുമുള്ള കഴിവും വേണമെന്നില്ല. ബീഥോവനൊന്നും ചുവട് കേൾക്കാൻ വയ്യാത്ത ആളാണ്, പിന്നെ എങ്ങനെ മ്യൂസിക് ഉണ്ടാക്കിയെന്ന് ആലോചിക്കുക. അങ്ങനെ അന്ധന്മാരായ ഗായകരുണ്ട്. ലോകപ്രസിദ്ധരായ പല സംഗീതജ്ഞരും ഇതുപോലെ എന്തെങ്കിലും കഴിവ്, ശാരീരികമായ വൈകല്യമുള്ളവരാണ്. അപ്പോൾ അതിനൊന്നും നമ്മുടെ ഒരു വിജയത്തിനും ഒരു നേട്ടങ്ങൾക്കും ശാരീരികമായ അവസ്ഥകൾ ഒരു പ്രശ്നമേ അല്ലാത്ത പല അവസ്ഥകളും പല ആളുകളുമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ അവാർഡ് ജേതാക്കൾ. ഏതായാലും ഈ റൈഡേഴ്സിൻ്റെ ഷോ വാസ് വെരി ഗുഡ്. വളരെ സന്തോഷം. ഒരു കൂട്ടായ്മയെ ഇത്തവണ ഫീനിക്സ് പുരസ്കാരത്തിൽ കൈരളി TV ആദരിക്കുകയാണ്. ചക്രക്കസേരയിൽ കഴിയേണ്ട ജീവിത സാഹചര്യത്തെ വെല്ലുവിളിച്ച് ദീർഘദൂര ഉല്ലാസയാത്ര ചെയ്യുന്ന കൂട്ടായ്മയുണ്ടാക്കി മാതൃക കാട്ടിയ കൊമ്പൻസ് റൈഡേഴ്സ് എന്ന അതിശയ കൂട്ടായ്മയെ ഫീനിക്സ് പുരസ്കാരം നൽകി ആദരിക്കുന്നു. ക്ഷണിക്കാം കൊമ്പൻസിനെ വേദിയിലേക്ക്. അവരെ ഇങ്ങനെയൊന്നും നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചാൽ പോരാട്ടോ. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് എത്തുന്നത് കൊമ്പൻസ് റൈഡേഴ്സിന്റെ സാരഥികളാണ്. പുരസ്കാരം നൽകുന്നതിനായി പത്മശ്രീ ഭരത് മമ്മൂട്ടിയെയും ക്ഷണിക്കുന്നു. ക്യാഷ് അവാർഡും കീർത്തിപത്രവും നൽകുന്നതിനായി ശ്രീ രഞ്ജി പടിക്കരെയും ക്ഷണിക്കുന്നു. മമ്മൂക്കയ്ക്ക് നിങ്ങളോടൊപ്പം ഒരു പിക്ചർ എടുക്കണമെന്നുള്ളതാണ് ആഗ്രഹം. അതുകൊണ്ട് ഒരുമിച്ച് നല്ല കയ്യടി നമുക്ക് കണ്ടുകൊണ്ട് തന്നെ കൊടുക്കാം അല്ലേ? അതെ. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഏറ്റവും മനോഹരമായ ഒരു ഫ്രെയിമായിട്ട് ഇത് മാറട്ടെ.
ഒരു ഫ്രെയിമിൽ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഓരോരുത്തരുടെയും അടുത്ത് പോയി സിംഗിൾ ആയിട്ടുള്ള ഓരോ പിക്ചറുകളാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും മനോഹരമായ നല്ലൊരു കാഴ്ച.